പ്രേക്ഷകർ ഈ കാണുന്ന ദൃശ്യങ്ങൾ ദുരൂഹത വർദ്ധിപ്പിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതാണ്. കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള അവസാന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാവം കുഞ്ഞു പയ്യനാണവൻ. ദാണ്ട് വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വൈകിട്ട് 4 മണിക്ക് അഫ്സാൻ ഹോട്ടലിൽ ഓട്ടോറിക്ഷയിൽ ഭക്ഷണം വാങ്ങാൻ അവിടെ എത്തി. ഭക്ഷണം വാങ്ങിയ ശേഷം അരമണിക്കൂറോളം ഈ പാവം പയ്യൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ശേഷം റോഡ് മുറിച്ച് കടന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് നടന്നുപോയി. അഫാൻ പേരുമല ജംഗ്ഷനിൽ നിന്ന് അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു എന്നാണ് മനസ്സിലായത്. അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. അഫാൻ പേരുമല ജംഗ്ഷനിൽ നിന്നും അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു. അതായത് സഹോദരനെ ബോധപൂർവ്വം വീട്ടിൽ നിന്ന് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനായിട്ടാവണം സഹോദരനെ വീട്ടിൽ നിന്ന് മാറ്റിയത്. കാര്യം അരമണിക്കൂറോളം അനിയൻ അവിടെ ഈ പറയുന്ന കുഴിമന്തിക്കടയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അരമണിക്കൂർ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട ശേഷം അഫാൻ അവിടെ ഇല്ല. ഈ അരമണിക്കൂർ സമയമായിരിക്കണം അവൻ്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ കാമുകിയുടെ ചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കസേരയിലിരിക്കുന്ന നിലയിലാണ്. കസേരയിൽ ഇരുത്തി ഒറ്റ അടിക്ക് കൊന്നു അത്രത്തോളം വല്ലാത്തൊരു ചിത്രമാണ്. രാവിലെ മുതൽ നമ്മുടെ ചില ഗ്രൂപ്പുകളിൽ ആ ചിത്രങ്ങൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിക്കാൻ നിർവാഹമില്ല. അത്രത്തോളം ബ്രൂട്ടലാണ് ഓരോ ചിത്രങ്ങളും. പക്ഷേ ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു CCTV ദൃശ്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്തിനിടയിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 4 മുതൽ 4:45 വരെയുള്ള സമയം സഹോദരനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ അഫാൻ നടത്തിയ ഒരു ശ്രമമാണ് ഈ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ സഹോദരനുള്ള സ്നേഹമോ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ അവസാന നിമിഷം എല്ലാം അങ്ങ് അവസാനിക്കുമ്പോഴുള്ള ദയനീയമായിട്ടുള്ള ഇടപെടലോ ഒന്നുമല്ല. അത് വെൽ പ്ലാൻഡ് ആയിരുന്നു ആ മർഡർ എന്നുള്ളത് തെളിയിക്കുന്നതാണ്. കാരണം ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് സഹോദരൻ തടസ്സമാകും. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം പേരുമല ജംഗ്ഷനിലേക്ക് എത്തി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി വെഞ്ഞാറമൂട്ടിലേക്ക് ഭക്ഷണം വാങ്ങാൻ സഹോദരനെ പറഞ്ഞയക്കുന്നു. താൻ വിളിക്കാൻ വരാമെന്ന് ആ സഹോദരനെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ സഹോദരൻ ഫോണിലേക്ക് നോക്കുന്നത് അതൊരു പക്ഷേ ഇതിനു വേണ്ടിയിട്ടാക്കാം. അതായത് സഹോദരൻ പറഞ്ഞ വാക്ക് ഈ അഫാൻ പറഞ്ഞിട്ടുണ്ടാകാം തന്നെ കൂട്ടാൻ വരാമെന്ന്. അങ്ങനെ ഏതാണ്ട് 40ഓളം മിനിറ്റ് ആ ഭക്ഷണം വാങ്ങാൻ ഈ അഫ്സാൻ എന്ന് പറയപ്പെടുന്ന സഹോദരൻ, കൊല്ലപ്പെട്ട സഹോദരൻ ആ ഹോട്ടലിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും പോലീസിനും അക്കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസ് അന്വേഷണം തുടരുകയുമാണ്. ഹാഷ്മി. ഓക്കെ ഷഫീദ്, അഫ്സാൻ എന്ന് പറയുന്ന പാവം പയ്യൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള പാവം പയ്യൻ്റെ ഇഷ്ടഭക്ഷണം കുഴിമന്തിയാണ്. അവൻ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുഴിമന്തി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ച് കുഴിമന്തിക്കടയിൽ പോകുന്നു. ഇത് പാഴ്സലായി വാങ്ങുകയാണ്. ഈ കൊലപാതകം നടത്തുന്ന വീട്ടിന് മുന്നിൽ ഈ കുഴിമന്തി പാഴ്സലായി ഇരിപ്പുണ്ട്. എന്തായാലും വാങ്ങിയതാണ്. എന്തായാലും ആ പാവത്തിനെ കൊല്ലാൻ പോവാണ്. അതിനു മുമ്പ് അവൻ ആ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ പോലുള്ള അമ്മയെ കൊന്ന അച്ഛനെ കൊല്ലാൻ നോക്കുന്ന ഒരുത്തിന് എന്ത് ദയ.